ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളേഴ്സ് മലയാളം സ്റ്റിച്ചിങ്. അപ്പോൾ ഇന്ന് നമ്മളൊരു യൂണിഫോം കോളർ കോട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന കോളർ കോട്ടിൻ്റെ താഴെ വന്ന് ഒരുപാട് കമൻസ് ആയിരുന്നു ചെറിയ കുട്ടികളുടെ അളവ് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരളവാണ്. ചെസ്റ്റ് മെഷർമെൻറ്റ് 26 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് നിങ്ങളുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഫ്രണ്ട് കട്ട് ചെയ്തിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2ആയി മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ഭാഗം എൻ്റെ നേർക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 2 ഇഞ്ച് മുകളിൽ നിന്നും താഴോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 21 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടി 23 ഇഞ്ചിൽ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിനി ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനൊരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 13 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോളും 7 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ചിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊരു ബോക്സ് വരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് എടുക്കുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ 8.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് എന്ന് പറയുന്നത് 7.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സീം അലവൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെയുള്ള ഈ ഒരു ഭാഗത്ത് 8.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ സീം അലവൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ടേണ്ടതുള്ളതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴ്വശത്ത് ഇതുപോലൊരു സ്ലോപ്പും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു സ്ലോപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ബോഡിയിലെ മാർക്കിംഗ് ഒക്കെ ഈ ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഉള്ളിലേക്കാണ് നമ്മൾ ഫുള്ള് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോട്ടിൻ്റെ കോളർ വരുന്ന ഭാഗത്തുള്ള ഒരു ഷേപ്പ് വരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു 1 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അവിടുന്ന് താഴോട്ടേക്ക് നമ്മൾ ആ 1 ഇഞ്ചിൽ തന്നെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് മുഴുവനായിട്ട് നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിന് അടിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് വരഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു പീസും കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 2ആയി മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പണിംഗ് ഭാഗം അപ്പുറത്തെ വശമാണുള്ളത്. അപ്പോൾ
ഈ ഒരു വശത്ത് നമുക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ ഒരു 3/4 ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ടിനേക്കാളും ഒരു 2.5 ഇഞ്ച് ഞാൻ ഇതുപോലെ മുകളിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ ബാക്കിലെ നെക്കൊക്കെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. അത് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ആ ഒരു 2.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ഇതുപോലെ താഴോട്ട് നീട്ടി വരച്ചു കൊടുക്കാം. ആം ഹോള് വരച്ചു കൊടുക്കുക. ബാക്കിയുള്ള വശം ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് പാർട്ട് ഇവിടെ വരഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ സ്ലീവ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ആം ഹോളിൻ്റെ വശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടെടുത്തു. എന്നാൽ ഇവിടെ പോക്കറ്റാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പോക്കറ്റിനൊരു 9 ഇഞ്ച് നീളവും അതുപോലെ 7.5 ഇഞ്ച് വീതിയിലും ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ ഈ ഒരു വശത്ത് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു കൈ കടത്തി വിടുന്നതിനുള്ള ഒരു ഗ്യാപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ പോക്കറ്റിന് ഇത്രയേ ഉള്ളൂ. പോക്കറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പം ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടെടുക്കണം. ഇനി ആ ഒരു 2 ഇഞ്ചിൽ നിന്നും തുടങ്ങി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചിൽ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു 2 ഇഞ്ചിൻ്റെ ഇവിടെ നമുക്കൊരു ചെറിയ കട്ടിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു രണ്ടാമത്തെ വശവും ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ നെക്ക് തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2 വശവും നമുക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ബാക്ക് പീസിൽ ഫ്രണ്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ 2 ഷോൾഡർ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോട്ട് വരിക. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഈ ഒരു വശം ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ക്രോസ് പീസിനെ നമ്മൾ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്തു. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതിനെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ആം ഹോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോളർ ചെയ്യാം. അപ്പോൾ കോളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് പിടിച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ടാപ്പ് ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വശത്ത് നിന്നും ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊടുത്തിട്ട് എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് 14 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 14 ഇഞ്ചിൽ കോളർ നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ചിൻ്റെ വിഡ്ത്തിലുള്ള ക്യാൻവാസ് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ 7 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിനെ ഇതുപോലൊരു വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ മുകൾ വശത്തു നിന്നും ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു 2 പോയിന്റ് നമുക്ക് ഇതുപോലെ സ്ലോപ്പാക്കി വരച്ചു കൊടുക്കാം. ഇതിൻ്റെ താഴ്വശം നമുക്കൊന്ന് സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കൊന്നും കൂടി ഒന്ന് അളന്ന് നോക്കാം. കറക്റ്റ് ഒരു 7 ഇഞ്ച് വരുന്നിടത്ത് ഒന്ന് പോയിൻ്റ് ചെയ്തിട്ട് ഞാനൊന്ന് കറക്റ്റാക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോളർ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിത് ഒരു പീസിൽ അയൺ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു നെക്ക് വരുന്ന ഭാഗത്തിന് 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ആ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്കൊരു നൂല് ഇതുപോലെ കടത്തി വിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കത് തിരിച്ചിടുമ്പം കറക്റ്റ് ആ ഒരു പോയിന്റ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഈ ഒരു വശത്തെത്തുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നൂല് കടത്തി വിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് മറിച്ചിട്ടെടുക്കാം. ഇനി ഈ സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് നമുക്ക് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഈ ഒരു മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ നെക്ക് ജോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കിതൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം.
ഇനി നമ്മൾ കോട്ടിൻ്റെ മാർക്ക് ചെയ്ത സെൻറ്ററിൽ നിന്നും ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററും നല്ല വശത്ത് നിന്നുമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വശം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന തുണികളൊക്കെ നല്ലോണം ഉള്ളിലാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങുന്നത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് തിരിച്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയെടുത്ത് തന്നെ ചെയ്തിട്ട് നിർത്തുക. അപ്പോൾ നമ്മളെ കോളർ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ കോളർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് 8.5 ഇഞ്ചിലും അതുപോലെ 7.5 ഇഞ്ചിൽ വേസ്റ്റും 8.5 ഇഞ്ചിൽ ഹിപ്പുമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിൻ്റെ താഴ്വശം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ പോക്കറ്റ് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു വശം മറിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ഇഞ്ച് ഇവിടെ നിന്നും താഴെ നിന്നും മുകളിലേക്ക് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈനിലൂടെ നമുക്ക് ഈ ഒരു പോക്കറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പോക്കറ്റും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കോട്ട് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.